നീലപത്മനാഭൻ സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നീലപത്മനാഭൻ സാറ് ഇവിടെ തിരുവനന്തപുരത്താണ് താമസിക്കണം എന്നുള്ള ഒരു ആശയം എനിക്കില്ലായിരുന്നു. പിന്നീടാണ് അറിയുന്നത് നീലപത്മനാഭൻ സാറ് തമിഴിലാണ് എഴുതുന്നെങ്കിലും തമിഴിലും മലയാളത്തിലും അദ്ദേഹം എഴുതുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്തുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം പോയിട്ട് എൻ്റെ ഈ ജനിതകവിധികൾ എന്ന് പറയുന്ന കഥ സാറിന് കൊണ്ട് കൊടുക്കുകയും അന്ന് മുതൽ സാറുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകുകയും ചെയ്തു. വളരെ വളരെ സാധുവായ മനുഷ്യനാണ്. സാറിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടിയിരിക്കുന്ന സമയവും അവൻ്റെ കഴിവുകളും പരമാവധി പ്രയോജനപ്പെടുത്തുന്ന മനുഷ്യനാണ് അദ്ദേഹം. നീലപത്മനാഭ സാറിൻ്റെ കുടുംബം തമിഴ്നാട്ടിലെ എരണിയൽ എന്ന് പറയുന്ന ഭാഗത്തുള്ളതാണ്. അവരെല്ലാം തന്നെ ഈ പണ്ട് മുതലേ ചാലയിൽ കച്ചവടമായിട്ട് കുടിയേറിയിട്ടുള്ളവർ. സാറിൻ്റെ പിതാവ് അവിടെ ഒരു പാത്രങ്ങൾ മറ്റോ വിൽക്കുന്ന കടയോ എന്തോ ആയിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ അവർ വീട് വെച്ച് താമസിക്കുന്നു. സാറ് ജനിച്ചത് ഇവിടെയാണ്. പക്ഷേ സാറിന് സംഭവിച്ചിട്ടുള്ളൊരു ദുര്യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാർ സാറിനെ പറയുന്നത് സാറ് മലയാളിയാണെന്നാണ്, മലയാളികൾ പറയുന്നത് സാറ് തമിഴ്നാട്ടുകാരനാണെന്നാണ്. പക്ഷേ സാറ് രണ്ട് സംസ്കാരത്തിനെയും സാറിൻ്റെ എഴുത്തിലേക്ക് ആവാഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഉദാഹരണത്തിന് പള്ളികൊണ്ടപുരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ എടുക്കുക. നമ്മൾ ഒരു ദേശത്തിനെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനെ കഥാപാത്രമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകളെ പങ്കുവെച്ചുകൊണ്ടോ പല നോവലുകളും നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദേശം ഒരു സൃഷ്ടിയിൽ കഥാപാത്രമാകുകയും അതിലൂടെ ചലിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മൾ പള്ളികൊണ്ടപുരത്ത് കാണുന്നത്. ഇതിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ നഗരം അതിലെ കഥാപാത്രമാണ്. ഇത് പക്ഷേ നമ്മൾ വേറെ പല എഴുത്തുകാരിലും അവർ നോക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലം മാത്രമാണ് ഒരുക്കുന്നെങ്കിലും ഇതിൽ തിരുവനന്തപുരം കഥാപാത്രമാണ്. അതൊരു ഒരു ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സർഗരചനയാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. ഈ തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ പഴയകാലത്തെ രാജഭരണം മുതലുള്ള അതിൻ്റെ പല വിധ നേട്ടങ്ങളും കുറവുകളും അതിൻ്റെ ഭാവാദികളും ഒക്കെ ആവാഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് നീലപത്മനാഭൻ സാർ. പിന്നെ നമ്മൾ സാറിന് നമുക്കറിയാം, സാറ് പലരോടും സൂക്ഷിക്കുന്ന വ്യക്തിബന്ധങ്ങൾ, അയ്യപ്പ പണിക്കർ സാറുമായിട്ടും അല്ലെങ്കിൽ നകുലൻ എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരനുമായിട്ടും ഒക്കെ സാറ് സൂക്ഷിച്ച വ്യക്തിബന്ധങ്ങൾ, അത് സാറുമായിട്ട് അടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മാറിവേനസ് കോളേജിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. മലയാളവും അദ്ദേഹം ഒരുപോലെ എഴുതും, തമിഴും അദ്ദേഹം തമിഴാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തലമുറകൾ എന്ന് പറയുന്ന നോവല് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും നല്ല 50 നോവലുകളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നോവലാണ്. പക്ഷേ അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമാണ്. നമ്മൾ ഇത് പറയുമ്പോൾ നീലപത്മനാഭന് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ കമൽഹാസനെ പോലുള്ളവർ തമിഴ്നാടിലെ ഉന്നത വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി പരമ്പര സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനെ അന്വേഷിച്ച് വരികയും നീലപത്മനാഭനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുകയും ചെയ്യുകയുണ്ടായി. അത് ആരെ അറിയിക്കാതെയാണ് വന്നത്. അപ്പോൾ മാത്രമല്ല നീലപത്മനാഭനെ കുറിച്ച് അദ്ദേഹം കിട്ടുന്ന വേദികളിലൊക്കെ തന്നെ കമലഹാസൻ അവതരിപ്പിക്കാറുണ്ട്. സാറും അദ്ദേഹം തമ്മിൽ അത്ര വലിയ മാനസികമായിട്ടുള്ള ബന്ധമുണ്ട്. സാറ് കവിത വരെ കമൽഹാസനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ നീലപത്മനാഭൻ്റെ കൃതികളിൽ മറ്റൊരു ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലോസഫി പലരും അവരുടെ രചനകളിൽ അതിൻ്റെ ഒരു അന്തർധാരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ OB വിജയനാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫിലോസഫിക്കലായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ചില അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അത് ഇങ്ങനെ ഉപരിപ്ലവമാണോ എന്നൊരു സംശയം നമുക്ക് ചിലപ്പോൾ ജനിക്കാറുണ്ട്. പക്ഷേ ഈ നീലപത്മനാഭൻ്റെ തലമുറകൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് കാണുന്നത് അതുമായിട്ട് ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് കിടക്കുന്നതായിട്ട്, അതിലെ ഓരോ കഥാപാത്രങ്ങളും ഫിലോസഫി പറയുന്നില്ല, അല്ലെങ്കിൽ അവരെ ഒരു ഫിലോസഫിയുടെ സിദ്ധാന്തത്തിലൂടെ അവരെ നോവലിസ്റ്റ് ചലിപ്പിക്കുന്നില്ല. പക്ഷേ അതിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു ഫിലോസഫിക്കൽ വ്യൂ നമുക്ക് ദർശിക്കാൻ പറ്റും. ഇത് നമുക്ക് വളരെ ചുരുക്കം എഴുത്തുകാരിൽ, ഇപ്പോൾ മാർക്കസിൽ അങ്ങനെയൊക്കെ ഉള്ളവരിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃതികളെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ ഫിലോസഫി എപ്പോഴും ഒരു അണ്ടർ ടോണാണെന്ന്.